യെസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണ് ഇതുപോലത്തെ ഒരു ടാക്കിയുടെ ഒരു ആംപ്ലിഫയർ ആണ്, സ്യൂർ എഫക്റ്റ് ഉള്ള ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമ്മളത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ്. ഇതൊരു പണ്ടത്തെ ഒരു ടേപ്പർ റെക്കോർഡ് ഇടാൻ പറ്റുന്ന ഒരു ആംപ്ലിയാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ജനറേഷനിലത്തെ നമ്മുടെ ബ്ലൂടൂത്തും പെൻഡ്രൈവും ഒക്കെ കൂത്താൻ പറ്റുന്ന ഒരു സിസ്റ്റമൊക്കെ ആണ്. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സൗണ്ടിന് പ്രശ്നമൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഡബ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ സ്വിച്ചും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ സ്വിച്ചൊക്കെ വർക്കിംഗ് തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വർക്ക് ചെയ്യിക്കണം. അതിൻ്റെ സിസ്റ്റം കാര്യങ്ങൾ മൊത്തത്തിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതിപ്പോൾ മൈക്കാണ്. മൈക്കയുടെ സിസ്റ്റം എന്ന് വെച്ചാൽ ഇങ്ങനെ പിരി പോലത്തെ മൈക്കാണ്, അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കാണുന്നത് ടേപ്പർ റെക്കോർഡ് ഇടാമെന്നുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല സ്മൂത്ത് ഉണ്ട് ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും അതിനൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ടേപ്പർ റെക്കോർഡ് ഇല്ലാത്ത കാരണമാണ് നമ്മളിപ്പോൾ ഇതിന്ന് ഒഴിവാക്കുകയാണ്. അപ്പോൾ സ്വിച്ചിനും കാര്യങ്ങൾക്കും ഒന്നും പ്രശ്നമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈക്വലൈസേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ക്ലിയർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ശബ്ദം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാണ്. പിന്നെ ഈക്വലൈസേഴ്സിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അതിനൊരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇനി ഓണാക്കിയാലാണ് അറിയുള്ളൂ എത്രത്തോണ്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ കാണാനുള്ളത് ഒരു സ്ട്രിപ്പ് ലൈറ്റ് ആണ്. നമ്മുടെ ഈ എത്രത്തോണ്ട് പവർ വരുന്നുണ്ട് എന്നുള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റ് ആണ്. ലെഫ്റ്റും റൈറ്റും കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ പിന്നെയുള്ള നെക്സ്റ്റ് എന്ന് വെച്ചുള്ള ഒരു ലെഫ്റ്റും റൈറ്റും കൺട്രോൾ ചെയ്യാനുള്ള, വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ടേണർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മാസ്റ്റർ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവർ ടേണർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്തിലെ ഈ ഒരു ആംപ്ലിഫയറിൽ. പിന്നെ അത് നമുക്ക് ടേൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ടിക് 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 എന്നുള്ളൊരു ശബ്ദമല്ല, ഒരു ഫീല് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് അയച്ചു നോക്കാം. അപ്പോൾ അതാ നമ്മുടെ എല്ലാ സ്ക്രൂകളും നമ്മൾ ഇനി അയച്ചു നോക്കുകയാണ്. അപ്പോൾ സ്ക്രൂവിന് കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ ടൈറ്റ് ഒന്നുമില്ല കേട്ടോ. ടപ്പേന്ന് പറഞ്ഞ പോലെ നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്, അധികം ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്ക്രൂവിനെ ചെറുതായിട്ടൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽവശത്ത് കണ്ടില്ലേ, അധികം സ്ക്രൂ ഒന്നും സൈഡിൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബാക്ക് വശത്ത് മാത്രമാണ് കൂടുതൽ സ്ക്രൂ കാണുന്നത്. അത് നമുക്ക് നോക്കിയിട്ട് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഉള്ളിലത്തെ ചിപ്പും സെറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കയ്യിലേക്ക് പോരും. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറേ സ്ക്രൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ അറ്റത്തെ സ്ക്രൂ ആണ് ഈ ഒരു ബോർഡിനെ പിടിപ്പിച്ചിരിക്കുന്നത്. മേലത്തെ ബോർഡില്ലേ, അത് നിൽക്കുന്നത് ആ സൈഡത്തെ സ്ക്രൂ ആണ്. അപ്പോൾ നമുക്കതൊക്കെ അയച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സ്ക്രൂവും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോർഡ്, മുകളിലത്തെ ഒരു ബോർഡ് നമ്മൾ ഊരിയെടുക്കുകയാണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, ഇപ്പോൾ ഇറങ്ങുന്ന ആംപ്ലിയിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, മൊത്തം ചിപ്പ് സെറ്റ് ആവുക, മൊത്തം ഈ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ ആവുക. ഔട്ട്പുട്ട് കാര്യങ്ങൾ മാത്രമാണ്, പുറത്തേക്ക് പോകുന്നത് മാത്രമാണ് ഒരു വ്യത്യാസം ഇല്ലാത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഒരു ട്രാൻസ്ഫോമർ കാണാം, നമ്മുടെ 220 വാട്ടുള്ളത് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. ഏത് എൽറ്റോ എന്ന് പറഞ്ഞ ഇതൊരു കമ്പനിയുടെ ട്രാൻസ്ഫോമറാണ്. കണ്ടില്ലേ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിലൊന്നും ചൂടുണ്ട്, ആ ഒരു ചെറിയ ചൂടുണ്ട്. പിന്നെ ചിപ്പ് സെറ്റ് കണ്ടില്ലേ, ഈ ചിപ്പ് സെറ്റ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ടേപ്പർ റെക്കോർഡുള്ള കാരണം ഈ ടേപ്പർ റെക്കോർഡിൻ്റെ ചിപ്പ് സെറ്റാണ് ഇരിക്കുന്നത്. ഒരു ചെറിയൊരു ആംപ്ലിയാണ്, കണ്ടില്ലേ? അതിൻ്റെ അടിയിൽ ഒരു ചെറിയ കപ്പാസിറ്റർ ഉണ്ട്. പിന്നെ ആ ഒരു വയർ പോണത് മൈക്കയുടെ കേട്ടോ. ഇതാണ് നമ്മുടെ ടേപ്പർ റെക്കോർഡിൻ്റെ ബാക്ക് വശം, കണ്ടില്ലേ? ഒരു മിനി മോട്ടർ ഇരിക്കുന്നുണ്ട്, ഒരു AC മിനി മോട്ടറാണ്, കണ്ടില്ലേ? അത് ഓക്കെ ടെസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതിൽ ഒരു ചെറിയ റിമോട്ടല്ല, ഒരു ചെറിയ റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ടേപ്പർ റെക്കോർഡ് വർക്ക് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതാണ്, ആരെങ്കിലും ടേപ്പർ റെക്കോർഡിൻ്റെ ബാക്ക് ഉണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ ടേപ്പർ റെക്കോർഡിൻ്റെ ബാക്ക്. പിന്നെ ആ ഈക്വലൈസേഴ്സിൻ്റെ ബാക്കത്തെ ഒരു ചിപ്പ് സെറ്റാണ്. ഓക്കെ, ഒരു ബോർഡ് എന്ന് പറയാം, മെയിൻ ബോർഡ് ഉള്ളത് ആ ഒരു ചിപ്പ് സെറ്റാണ്, കണ്ടില്ലേ? ചിപ്പ് സെറ്റാണ് ആ കാണുന്നത്. പിന്നെ 2 ഈക്വലൈസേഴ്സ്, നമ്മൾ ഈക്വലൈസേഴ്സ് അല്ല, നമ്മുടെ ആ ഒരു വോളിയത്തിനെ ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ ചെയ്യുന്ന കൺട്രോളേഴ്സാണ്. പിന്നെ വലിയ ചിപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ബാക്കത്തെ മറ്റേ ടേപ്പർ റെക്കോർഡിൻ്റെ മിനിമോട്ടേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ആ മൈക്കയുടെ പിന്നെ നമ്മൾ എടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടേപ്പർ റെക്കോർഡ് ഇല്ലാത്ത കാരണമാണ് മൈക്കയുടെ പിന്നെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആ പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, എർത്തിൻ്റെ വയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പണ്ടത്തെ ആയാലും നല്ല പെർഫെക്റ്റിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആംപ്ലിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു തേങ്ങ മനസ്സിലാവില്ല, മൊത്തം ചിപ്പ് സെറ്റ് ആവും. വലിയ കപ്പാസിറ്ററോൾ കൊടുത്ത അടിപൊളിയായിട്ട് ഇതുപോലത്തെ വലിയ കപ്പാസിറ്ററോൾ കൊടുത്തിട്ടാവും, അലങ്കരിച്ചിട്ടാവും നമ്മളെ ആ ആംപ്ലിയുടെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അത് ആ മൈക്കയുടെ പിന്നെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കത്തെ സോൾഡർ ചെയ്ത 2 വയർ നമ്മൾ അയച്ചെടുത്തിട്ട് ഇതിൽ കൂടെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോണ്, ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കാൻ പോവാണ്. അപ്പോൾ
നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു ഓഡിയോ ബോർഡാണ് 5.1ൻ്റെ ബ്ലൂടൂത്ത് ഉള്ള സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് വെച്ചാൽ 150 രൂപയാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നിങ്ങൾക്ക് എത്രയ്ക്ക് കിട്ടും? 250-200 രൂപയ്ക്ക് കിട്ടും. ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്ത് തന്നെ നിങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങുക തന്നെയാണ് നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വലിയ ആംപ്ലിഫയർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതാണ് എടുത്തിട്ടുള്ളത്. ഇനി വേറെ എന്താ പറയുകയെന്ന് വെച്ചാൽ നമുക്കിനി ഇത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ഇതാണ്ടില്ലേ MP3 FM ഒക്കെ അതിലേക്ക് കിട്ടും. ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ ബാക്കിൽ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 3 വയർ കാര്യങ്ങളും പോയിട്ടുണ്ട്. പിന്നെ ഒരു 5.1ൻ്റെ ഒരു ഔട്ട്പുട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കണക്ഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ കണക്ഷൻ ചെയ്യണം. ഇനി നേരെ നമുക്കിത് വയറൊക്കെ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വയറൊക്കെ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എന്ത് ചെയ്യണം? അത് ഇൻപുട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ബോർഡില്ലേ 5.1ൻ്റെ ബോർഡ്, ഈ ഒരു ബോർഡിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് അയക്കി കൊടുക്കാൻ പോവുകയാണ്. ഇതാ ഈ ഒരു വയർ കണ്ടില്ലേ, ഒരു 3 വയർ പോണ് കാണാൻ പറ്റും. അതൊരു 3 ഫേസ് വേണം. 3 ഫേസ് പറഞ്ഞ പോലെ തന്നെ ന്യൂട്രൽ ഫേസ്, പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് പോസിറ്റീവ് ഒരു ന്യൂട്രൽ എന്ന് പറഞ്ഞ പോലെ പോയിണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് 3 വയറും കണക്ഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, സെൻറ്റർ വയർ കാണാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് വയർ കാണാൻ പറ്റും, റൈറ്റ് വയറും കാണാൻ പറ്റും. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ന്യൂട്രലായിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. എത്രത്തോണ്ട് ശരിയായി കിട്ടുമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് നമുക്കത് കണക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിപ്പോൾ മൈക്കയുടെ എന്തോ പ്രശ്നമല്ല, എന്തോ ഒരു അതിൽ എന്തോ അത് ഫുള്ളായിട്ട് എനബിൾ ആവാണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഫുള്ള് മൈക്കയുടെ ആ സ്വിച്ചിന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഞങ്ങളുടെ കയ്യിൽ വന്ന മിസ്റ്റേക്ക് ആയതുകൊണ്ടാവും ചിലപ്പോൾ മൈക്ക റെഡിക്കും പോലെ വർക്ക് ചെയ്യാഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ വയറൊക്കെ കാര്യങ്ങളൊക്കെ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ന്യൂട്രൽ ഇപ്പോൾ എന്തായാലും അത് അവിടെ കിടക്കട്ടെ, നമുക്ക് ഇനി ഒന്ന് ഓൺ ആക്കി കൊടുക്കണം. അപ്പോൾ ഈ ബോർഡ് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ 2 വയർ നമുക്ക് ഇൻപുട്ടായിട്ട് നമുക്കൊരു 5 വാട്ടിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്ത് നമുക്കിത് വർക്ക് ചെയ്യിക്കണം. അപ്പോൾ നമ്മുടെ ഒരു 5.1ൻ്റെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഇതിലേക്ക് കണക്ഷൻ ചെയ്യിക്കണം. അപ്പോൾ നിങ്ങളിതൊക്കെ സേഫ്റ്റിയോടെ ചെയ്യണം കേട്ടോ. ഇത് കൈ കൊണ്ടിട്ട് ആ ഒരു ചിപ്സെറ്റിൻ്റെ മുകളിൽ കൈ കൊണ്ടിട്ട് എർത്തടിച്ചാൽ എന്നെ ഒന്നും ഒരു ഉത്തരവാദിത്വം പറയരുത്. നല്ല ഇതുപോലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ സേഫ്റ്റിയോടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി വയറ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതാ സോൾഡർ ചെയ്യാണ്. അപ്പോൾ മുഴുവനായിട്ട് സോൾഡർ ചെയ്യണ്ട, ആ ഒരു തുമ്പാകം മാത്രം നിങ്ങൾ ഒന്ന് മൈന്യൂട്ടായിട്ടൊന്ന് സോൾഡർ ചെയ്താൽ മതി. ഇത് എത്രത്തോണ്ട് വർക്കിംഗ് ആയാൽ നമുക്ക് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആ തുമ്പാകം മാത്രം നമുക്ക് ഇനി സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിത് രണ്ടും സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഔട്ട്പുട്ടാണ് നമ്മുടെ എന്ത് ചെയ്യണത്, നമ്മുടെ ഈ ഡിവൈസിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു ആംപ്ലിക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇനി നമുക്ക് നെക്സ്റ്റ് കണക്ഷൻ ചെയ്യാനുള്ളത് നമ്മുടെ 5.1ൻ്റെ അഡാപ്റ്റർ നമുക്ക് ഇതെന്ത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഇത് കണക്ഷൻ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ നമ്മുടെ അഡാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഈ അഡാപ്റ്ററിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഓണാക്കിയിട്ടുണ്ട്, ഓണാക്കാൻ വെച്ചു. ഓക്കെ, ഇനി ഇതാ 2 വയർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ 2 വയറൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇനി അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കണക്ഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓഡിയോ ബോർഡിൻ്റെ വയർ നല്ല അതിൻ്റെ ഉള്ളിലത്തെ ഈ കോപ്പർ കാര്യങ്ങളൊക്കെ അത്ര വലിയ വിഡ്ത്ത് ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ അത്ര വലിയ കൂടുതൽ വയറൊന്നും കാര്യങ്ങളൊന്നും അതിൽ പോകുന്നുണ്ടാവില്ല. ഒരു 5-8 ചെറിയ മൈന്യൂട്ടായ വയേഴ്സ് ആവും പോവുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒക്കെ വയർ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. കട്ട് ചെയ്ത് പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ പിരിച്ചു വയ്ക്കുക. അപ്പോൾ അതാ ഓൺ ആയിട്ടുണ്ട്, സംഭവം വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആംപ്ലി ഓൺ ആക്കിയിട്ട് നമ്മളിനി ഇതിലേക്ക് സൗണ്ട് പുട്ട് എങ്ങനെയുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കണം. ഇതേ നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ ആംപ്ലിയുടെ ഔട്ട്പുട്ടാണ് നിങ്ങളിത് കാണുന്നത്. അപ്പോൾ ആംപ്ലിയുടെ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒരു ലെഫ്റ്റും റൈറ്റും എന്ന് പറഞ്ഞ പോലെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീരിയോ എഫക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ഒറ്റ സ്പീക്കർ കൊണ്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3 ഇഞ്ചിൻ്റെ ഒരു സ്പീക്കറാണ് എടുത്തിട്ടുള്ളത്, ഊഫർ സ്പീക്കറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കണക്ഷൻ ചെയ്ത് നോക്കാം. നമ്മുടെ സ്പീക്കറിൻ്റെ വയർ എടുത്തു. എപ്പോഴും സ്പീക്കറിൻ്റെ വയർ എടുക്കുമ്പോൾ കുറച്ച് വെടുത്തുള്ളത് നല്ല കനം കൂടിയുള്ള വയേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ കൃത്യമുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വയർ കൃത്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പീക്കറിലേക്ക് ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നെഗറ്റീവിലേക്ക് പോസിറ്റീവിലേക്ക് കണക്ഷൻ ചെയ്തു. കണ്ടില്ലേ,
അപ്പോൾ നമ്മുടെ റൈറ്റ് ഭാഗത്തേക്കുള്ളതാണ് കണക്ഷൻ ചെയ്ത്. ഇതിലൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഇതിൽ ഒരു ആ ഈക്വലൈസറിൽ തൊട്ടപ്പുറത്തുള്ള കൺട്രോളറിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൽ ലെഫ്റ്റ് റൈറ്റ് ഒരേ രീതിയിൽ വർക്കിംഗ് കാണാനില്ല, എന്തൊരു ടേണറിൻ്റെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൽ കൊടുത്ത കണക്ഷൻസ് ഒന്ന് മാറ്റി കുത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മളൊന്ന് മാറ്റി കുത്താണ്. വെറുതെ ഒന്ന് ടേൺ ചെയ്തിട്ടുള്ളൂ, കണ്ട. ബ്ലൂടൂത്ത് ആയിട്ട് ഞാൻ ഇപ്പോൾ കണക്ഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഒരു പാട്ട് ഇതിൽ വെക്കാൻ പോവാണ്. കോപ്പിറൈറ്റ് കിട്ടുന്നുള്ള കാരണം ബ്ലൂടൂത്തും അല്ല പെൻഡ്രൈവും കാര്യങ്ങളൊന്നും നമ്മൾ വെച്ചിട്ടില്ല. നമ്മളെ നോൺ കോപ്പിറൈറ്റ് ഉള്ള സോങ്സ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫുൾ വോളിയത്തിലാണ് വെച്ചിട്ടുള്ളത്, ഫുൾ വോളിയത്തിലാണ് നമ്മുടെ ഫോണിൽ വെച്ചിട്ടുള്ളത്. മറ്റേ ഫുൾ വോളിയത്തിൽ വെക്കാൻ പറ്റില്ല, സ്പീക്കർ ഒരുപാട് പോകും. ഈ ഒരു ആംബിളിയിൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ സ്പീക്കർ വരെ നമുക്ക് സെറ്റ് ചെയ്യാം. 8 ഇഞ്ചിൻ്റെ സ്പീക്കർ വരെ സെറ്റ് ചെയ്യാം. അത്രയും പവർഫുള്ളുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇൻപുട്ട് ഈ ഒരു ഡിവൈസിൽ 50 എന്നുള്ള മാക്സിമമാണ്. 50 വോളിയം വരെ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അത്രയും കണക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റേത്തെ കാര്യം പറയാം, ആംബിളിത്തെ കാര്യം ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ അത്രയും ശബ്ദം ആംപ്ലിഫയർ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പിന്നെ 4 വാട്ടിൻ്റെ ഓഡിയോൻ്റെ സ്പീക്കേഴ്സൊക്കെ നമുക്ക് കണക്ഷൻ ചെയ്യാം. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒക്കെ എന്ത് ചെയ്യുക, ഒക്കെ അടച്ചു വെച്ച് നമുക്കതൊക്കെ ഒന്നുകൂടി അടിപൊളിയായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം.